ദുരൂഹത നീങ്ങാതെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചിപ്പ് നിർമ്മാണം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരും സംയുക്തമായി പ്രഖ്യാപിച്ച കൈരളി ചിപ്പ് നിർമ്മാണത്തെ ചൊല്ലി ദുരൂഹതയും ആരോപണങ്ങളും ഉയരുകയാണ്. കേരളം ചിപ്പ് നിർമ്മിച്ചത് കേന്ദ്രത്തെ അറിയിക്കാത്തതിലും ദുരൂഹതയുണ്ട്. ചിപ്പ് കണ്ടെത്തിയ പ്രൊഫസർക്ക് കൊച്ചി വിലാസത്തിൽ സ്വന്തം കമ്പനി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചിപ്പ് നിർമ്മിച്ചത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്തെത്തി. വിവിധ പ്രോജക്റ്റുകൾക്കായി കോടികളുടെ കിഫ്ബി ഫണ്ട് വിനിയോഗിക്കുന്നതിന്റെ ഇടനില സ്ഥാപനമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരും സംയുക്തമായി പ്രഖ്യാപിച്ച കൈരളി ചിപ്പ് നിർമ്മാണത്തെ ചൊല്ലി ദുരൂഹതയും ആരോപണങ്ങളും ഉയരുകയാണ്. ഇന്ത്യയെ ചിപ്പ് നിർമ്മാണത്തിൽ ആഗോള സെമി കണ്ടക്ടർ ഹബ്ബാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾക്കിടെ കേരളം കഴിഞ്ഞ വർഷം തന്നെ ചിപ്പ് നിർമ്മാണം ആരംഭിച്ചുവെന്ന വാദവും ഈ കണ്ടെത്തൽ കേന്ദ്രത്തെ അറിയിക്കാത്തതിലും ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചിപ്പ് നിർമ്മിച്ചത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്തെത്തി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരുമാണ് കൈരളി ചിപ്പ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചതായി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അലക്സ് പാപ്പച്ചൻ ജെയിംസിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് 25 ലക്ഷം രൂപ പാരിതോഷികമായും നൽകിയിരുന്നു. സാങ്കേതിക പരിമിതികളും തെളിവില്ലായ്മയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് സെമി കണ്ടക്ടർ ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനോ നിർമ്മിക്കാനോ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിലവിലില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൈരളി ചിപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിശോധനാ ഫലങ്ങളോ ഉപയോഗ പരിധിയിലേക്കുള്ള സ്ഥിരീകരണങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന സാമ്പത്തിക തിരിമറികൾ അന്വേഷിക്കാൻ CAGയെ ചുമതലപ്പെടുത്തി ഗവർണർ ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിപ്പ് നിർമ്മാണവും അന്വേഷണ വിധേയമാക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.